I'd like to thank my terrible childhood. One of the highest paid actor of all time, ഒരു ഡ്രഗ് കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഡ്രഗ് അഡിക്റ്റും ആൽക്കഹോളിക്കുമായ ആർഡിജയുടെ പേരൻസ് തന്നെയാണ് റോബർട്ട് ഡൗണി ജൂനിയറിനെ ഡ്രഗ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡിക്ഷന് ശേഷവും തന്റെ കരിയർ കണ്ടിന്യൂ ചെയ്ത ആർഡിജയ്ക്ക് പക്ഷേ 1990 ആവുമ്പോഴേക്കും തന്റെ അഡിക്ഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരികയും കോർട്ട് ഇൻസിസ്റ്റ് ചെയ്തിരുന്ന പീരിയോഡിക്കൽ ഡ്രഗ് ടെസ്റ്റ് മിസ് ചെയ്തത് കൊണ്ട് ഒരു 3 years ഇംപ്രിസൺമെന്റ് കിട്ടുകയും ചെയ്യുന്നു. 1 yearന് ശേഷം പ്രിസണിന് പുറത്തു തീർന്ന റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ലൈഫിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ചാർലി ചാപ്ലിന്റെ ബയോഗ്രഫി മൂവിയായ ചാപ്ലിൻ എന്ന മൂവിയാണ്. അങ്ങനെ ഇരിക്കെയാണ് ജോൺ ഫാവറോ അയൺമാൻ എന്നൊരു മൂവി പ്ലാൻ ചെയ്യുന്നതും റോബർട്ട് ഡൗണി ജൂനിയറിനെ അതിലേക്ക് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നത്. 2008 റിലീസായ അയൺമാൻ ആണ് ആർഡിജയുടെ കരിയറിലെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ. അതിനുശേഷം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ജോയിൻ ചെയ്ത ആർഡിജയ്ക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2023 റിലീസ് ചെയ്ത ഓപ്പൺ ഹൈമറിലെ പെർഫോമൻസിന് ഓസ്കർ വരെ നേടിയ റോബർട്ട് ഡൗണി ജൂനിയറിന് ഇന്ന് ടീം ഡൗണി എന്ന പേരിൽ സ്വന്തമായ ഒരു പ്രൊഡക്ഷൻ കമ്പനി തന്നെയുണ്ട്.